നീലിവിലാവിലെ പുതിയ റോഡിൻ്റെ സംരക്ഷണ ഭിത്തിയാണ്. നമ്മൾ ആദ്യമൊക്കെ ഈ കെട്ടിനെ പറ്റിയും എന്തിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളവരെ അതിനെതിരെ തിരിയുമായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, പുതിയ കെട്ട, അതായത് പഴയ കെട്ടിൻ്റെ മണ്ടയ്ക്ക് പുതിയ കെട്ട് കെട്ടി വെച്ചാൽ എൻ്റെ അവസ്ഥ ഉണ്ട് ഇങ്ങനെ. ഇത് പണിതപ്പോഴേ അത്യാവശ്യം കാര്യമായിട്ട് താഴെ തന്നെയുള്ള പഴയ കെട്ട് മാറ്റിയിട്ട് പുതിയ കെട്ട് പണിതാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഈ റോഡിനെ പറ്റി എന്താ പറയാനുള്ള, ഈ കെട്ടിനെ പറ്റിയൊക്കെ? കെട്ടിനെ പറ്റി പറയാമെന്ന് പറഞ്ഞാൽ ഇത് ആ കാണുന്ന ആ സ്റ്റെപ്പ് വരെ പുതിയ കെട്ടും അതിനിപ്പുറത്തോട്ട് വർഷങ്ങൾ പഴക്കമുള്ള ബലക്ഷയമായിട്ടിരുന്ന ഒരു ഡിആറുമാണ്. അതിന്റെ മണ്ടയിലേക്കാണ് ഇപ്പൊ ഇവരെ ഉദ്ദേശം ഒരു 2 മീറ്ററോളം പുതിയ ഡിആർ കെട്ടിപ്പൊക്കുകയും പഴയ കെട്ടിന്റെ മണ്ടയ്ക്ക്, അതായത് ഈ കെട്ടിന്റെ അടിഭാഗത്ത് നമ്മൾ ഇറങ്ങി നിന്ന് നോക്കുമ്പോൾ അറിയാം ഈ കെട്ട് പൂർണ്ണമായിട്ടും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തള്ളി നിൽക്കുന്നതാണ്. യാതൊരുവിധ ബലമുള്ള കെട്ടല്ലായിരുന്നു ഈ പഴയ കെട്ട്. അതിന്റെ മണ്ടയ്ക്കാണ് ഇവരെ ഒരു 2 മീറ്ററോളം ഹൈറ്റിന് പുതിയ കെട്ട് കെട്ടി മണ്ണിട്ട് ഈ മെഷീൻ വെച്ച് വൈബ്രേറ്റ് ചെയ്ത് റോഡ് ഉറപ്പിച്ചേക്കുന്നു. നിലവിലെ ഈ വീട്ടിൽ ഒരു 6 മാസം മുമ്പ് താമസക്കാരുണ്ടായിരുന്ന ഒരു വീടാണ് ആ കാണുന്നത്. ഇന്നലെ നടന്ന ഈ അപകടത്തിന് ഇപ്പോൾ അവരുടെ ബന്ധു വീട്ടിലോ എവിടെയോ പോയിരിക്കുകയാണ്. ഇന്നലെ നടന്ന ഈ അപകട സമയത്ത് ആ വീട്ടിൽ ആളുണ്ടായിരുന്നുള്ള അവസ്ഥ എന്തായിരുന്നു? അന്ന് മുതൽ ഇവരോട് പറയുന്നുണ്ട് ഈ ഡിആറിന്റെ മണ്ടയ്ക്ക് വെച്ച് കെട്ടരുത്, ഇത് ബലക്ഷയമുള്ള ഡിആറാണ്. അപ്പൊ ഇത് ഇങ്ങനൊക്കെ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഇത് നാളെ വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു റോഡാണ് എന്നുള്ള ഒരു ചിന്താഗതിയെങ്കിലും വെച്ച് നാട്ടുകാരൊക്കെ ഒത്തൊരുമയായിട്ടൊക്കെ ഒന്ന് നിൽക്കണം. ഇതിങ്ങനെ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ബെൽറ്റ് ഒക്കെ ചെയ്തേക്കുന്നത് അതിവിടെ നോക്കുമ്പോൾ അറിയാമല്ലോ അതിന്റെ ലെവലുകളും കാര്യങ്ങളും ഒക്കെ. നമുക്ക് അതിനെക്കുറിച്ച് ഈ പഴയ കെട്ട് പൊളിച്ചിട്ട് ഇതിനാവശ്യമായ ഫണ്ടില്ലെന്നാണ് ഇവർ പറയുന്നത്. ഫണ്ടില്ലെങ്കിൽ അതിന് ഫണ്ട് കണ്ടെത്താനുള്ള മാർഗങ്ങൾ നോക്കണം. ഇത് ഏത് രീതിയിലെങ്കിലും കാണിച്ചു വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഈ നാടിനല്ല ഇത് പിന്നെ നഷ്ടപ്പെടുന്നത്. ഈ ഒരു റോഡൊക്കെ ഇനിയിപ്പോൾ ഏത് കാലത്ത് ഇവർ റെഡിയായി വരാനായിട്ട് ഇതിപ്പോൾ കണ്ടില്ല. ഇത് വൻ അപകടമല്ലേ ഒഴിവായിരിക്കുന്നത്. ആ വീട്ടിൽ ആൾതാമസം ഉണ്ടായിരുന്നുള്ള അവസ്ഥ എന്തായിരുന്നു? പോയി. അപ്പോൾ അതൊക്കെ ഗൗരവമായിട്ട് ഈ കാര്യങ്ങൾ എടുത്തുകൊണ്ട് അതിന് എന്താണെന്ന് വെച്ചാലുള്ള നടപടികളൊക്കെ സ്വീകരിക്കാൻ നാട്ടുകാർ ഒറ്റക്കെട്ടായിട്ട് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നമ്മൾ MLA ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരു ഉത്തമമായ ഒരു നടപടി സ്വീകരിക്കാൻ ഏറ്റവും നല്ലത്. സ്വന്തം റേഷൻ കാർഡ് പേരുണ്ട്. ഈ കെട്ട് ഇപ്പം ഇവിടെ സഹിക്കാൻ പറഞ്ഞാൽ ഇവിടെ താമസം ഉണ്ടായിരുന്നെങ്കിൽ ഈ കെട്ട് ഒരു അപകടമാണ് ഒഴിവായത്. ഈ റോഡിന് മേളിൽ സപ്പോർട്ട് ചെയ്യുന്ന വീതിയുണ്ട്. പലയിടത്തും പല രീതിയിലുള്ള വീതിയെടുപ്പാണ് ഈ റോഡിന്റെ കാണുന്നത്. അതൊന്നും ശരിയായ നടപടിയല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് മുഖം നോക്കിയ വീഡിയോ മുഖം നോക്കുന്ന അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ